ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്ട്രെയിൻ ഗേജാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൽ വരുന്ന അടുത്തൊരു പാരാമീറ്ററാണ്. ഇപ്പോൾ വർക്കിംഗ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗേജ് ഫാക്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. അപ്പോൾ ഗേജ് ഫാക്ടർ ഓഫ് എ സ്ട്രെയിൻ ഗേജ് ഈസ് ഡിഫൈൻഡ് ആസ് ദി യൂണിറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ലെങ്ത്. അതായത് ഡെൽറ്റ ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, ഡെൽറ്റ ആർ ബൈ ആർ എന്ന് പറയുന്നത് യൂണിറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ. നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ മനസ്സിലാക്കാം. ഡെൽറ്റ എൽ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്, ബൈ എൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ചേഞ്ച് ഇൻ ലെങ്ത്. അപ്പം ഗേജ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് യൂണിറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസിലുള്ള ചേഞ്ച് ഡിവൈഡ് ബൈ ലെങ്തിലുള്ള ചേഞ്ച്. അതിനാണ് ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ജി എഫ് ഫിസിക്കൽ ഡെൽറ്റ ആർ ബൈ ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ ബൈ ഐ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് മാത്തമാറ്റിക്കലി. അപ്പം ഇതിൽ കുറച്ച് മാത്തമാറ്റിക് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാര്യമായിട്ട് ചോദിച്ചിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാനത് സിമ്പിളായിട്ട് എൻ്റെ എക്സ്പ്രഷൻ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഗേജ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2v പ്ലസ് ഡെൽറ്റ റോ ബൈ റോ ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. യൂണിറ്റ് ചേഞ്ച് ഇൻ ലെങ്ത്, യൂണിറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി അല്ലേ. അപ്പോൾ ഇഫ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ഡ്യൂ ടു സ്ട്രെയിൻ ഈസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ. അപ്പം നമ്മളെ സ്ട്രെയിനിന് അനുസരിച്ചിട്ട് റെസിസ്റ്റിവിറ്റിയിൽ കാര്യമായിട്ട് ചേഞ്ച് ഉണ്ടാവില്ല. അത് ഓരോ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് റെസിസ്റ്റിവിറ്റിയിൽ വെരി സ്മോൾ ചേഞ്ചസ്, ദർ ഷുഡ് ബി വെരി സ്മോൾ ചേഞ്ചസ്, ബട്ട് കാര്യമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ദെൻ the gauge factor of strain gauge GF is equal to എന്താണ് 1 plus 2v. Gauge factor is equal to 1 plus 2v, where v is the Poisson's ratio. Gauge factor of the strain gauge GF is equal to 1 plus 2v, where v is the Poisson's ratio. Okay, it may be defined as the ratio of strain in the lateral direction to the strain in axial direction. May be defined as the ratio of strain in lateral direction to the strain in axial direction. The Poisson's ratio for most material lies in the range of 0 to 0.5, and this gives the gauge factor of 2 approximately. ഇത് ഗേജ് ഫാക്ടറിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഫോർ സാറ്റിസ്ഫാക്ടറി ഓപ്പറേഷൻ strain gauge should have following characteristics. എന്തൊക്കെയാണ്? It should have have high value of gauge factor ഹൈ ആയിരിക്കണം. അതായത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, യൂണിറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ബൈ ലെങ്ത് ഹൈ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ആക്യുറേറ്റ് ആയിട്ടൊരു റീഡിങ്സ് മെഷർ ചെയ്യാൻ പറ്റൂ അല്ലേ. It should have high value of resistance as it minimizes the effect of unwanted variations of resistance in measurement circuit. Should have a high value of resistance. അപ്പോൾ ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാവണം. എന്താണ്? as it minimizes the effect of unwanted variations of the resistance. കാരണം ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാവണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ചെറിയ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ റെസിസ്റ്റൻസ്, അതായത് 10 ohm 20 ohm ഒക്കെ ചേഞ്ച് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് സ്ട്രെയിനാണ് മെഷർ ചെയ്യേണ്ടത്, ബട്ട് ആ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ ഇപ്പം ചെറിയൊരു വേരിയേഷൻ വരുമ്പം അത് ഈ റെസിസ്റ്റൻസിനെ ബാധിക്കാൻ പാടില്ല. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് ഇപ്പം 10 ohm ആണ് സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോഴുള്ള വേരിയേഷൻ, അറ്റ്മോസ്ഫിയറിക് ചേഞ്ച് കൊണ്ട് 0.01 ഉള്ളൂ വിചാരിക്കുക. അപ്പം 10.001 എന്ന് പറഞ്ഞാൽ വലിയ ഇഫക്റ്റ് ഇല്ല. നേരെ മറിച്ച് നമ്മുടെ റെസിസ്റ്റൻസ് വാല്യൂ 0.005 ആണ് നമ്മുടെ റെസിസ്റ്റൻസ് വാല്യൂ എങ്കിൽ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൊണ്ട് 0.001 എന്നുള്ളൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എന്തായി? 0.006 ആയി അല്ലേ ടോട്ടൽ ചേഞ്ച്. അപ്പം ആ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിലുണ്ടാകുന്ന ചേഞ്ച് നമ്മുടെ മെഷർമെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യും. ദർ ഷുഡ് ബി സം എറേഴ്സ് ഇൻ അവർ മെഷർമെൻറ്റ്സ്. ഓക്കെ, അതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഷുഡ് ഹാവ് ലോ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. ലോ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, ടെമ്പറേച്ചർ വരുമ്പോൾ ചേഞ്ച് ചെയ്യരുത്. ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി ഹിസ്റ്റെറിസിസ് ഇഫക്റ്റ്. ഹിസ്റ്റെറിസിസ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരു സ്ട്രെയിൻ കൊടുത്തു, അപ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടായി, പിന്നെ ആ സ്ട്രെയിൻ റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം?
ഇതേ ഭാഗത്ത് തന്നെ അത് 0 ആവണം. റെസിസ്റ്റൻസ് നേരത്തെ കണ്ടീഷനിലേക്ക് വരണം. നേരെ മറിച്ച് ഈ ഒരു പാത്തിൽ പോയിട്ട് നമ്മൾ സ്ട്രെയിൻ റിലീസ് ചെയ്യുമ്പം ഈ ഒരു പാത്തിലാണ് വരുന്നതെങ്കിൽ എന്താണ്, നമ്മൾ സ്ട്രെയിൻ കംപ്ലീറ്റ് റിലീസ് ചെയ്താലും റെസിസ്റ്റൻസ് ഇനീഷ്യൽ കണ്ടീഷനിൽ എത്തുന്നില്ല എങ്കിൽ ദർ ഷുഡ് ബി സം എറേഴ്സ്. It should have a linear characteristics in resistance should always be proportional to the variations in the strain. അത് ലീനിയർ ആയിരിക്കണം, നോൺ ലീനിയർ ആവരുത്. അപ്പോൾ റെസിസ്റ്റൻസും സ്ട്രെയിനും തമ്മിലൊരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കണം. കാരണം റെസിസ്റ്റൻസ് വേരി ചെയ്യുമ്പോൾ സ്ട്രെയിൻ വേരി ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിൽ അവരൊരു വേരിയേഷൻ, ദ ഷുഡ് ബി എ വേരിയേഷൻ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല, ഇങ്ങനെ ആവാം. ബട്ട് നേരെ മറിച്ച് നോൺ ലീനിയറായി ഇങ്ങനെയൊക്കെ ആവുമെങ്കിൽ അത് നമ്മുടെ മെഷർമെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അപ്ലിക്കേഷൻസ് ഓഫ് സ്ട്രെയിൻ ഗേജ്. അപ്പോൾ അതിൽ വരുന്നതാണ് റെയിൽ മോണിറ്ററിങ്, കേബിൾ ബ്രിഡ്ജസ്, എയ്റോസ്പേസ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. എന്താണിത്? എയ്റോപ്ലെയിൻസിലൊക്കെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിൻ്റെ സ്ട്രെയിൻ നമുക്ക് മെഷർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ എയ്റോപ്ലെയിൻസിൻ്റെ പുറത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ സ്ട്രെയിൻ ഗേജിൻ്റെ സ്ട്രിപ്സ് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുണ്ടാകുന്ന സ്ട്രെയിൻ, എത്ര സ്ട്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ എത്രയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്, ഒരു നമ്മൾ ഫ്ലൈറ്റിൻ്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യണോ ഇൻക്രീസ് ചെയ്യണോ അങ്ങനെയുള്ള പാരാമീറ്റേഴ്സൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ എന്താണ് കേബിൾ ബ്രിഡ്ജസ് അല്ലേ, അതല്ല പറഞ്ഞത് കേബിൾ ബ്രിഡ്ജസിൽ ഇങ്ങനെയുള്ള ബ്രിഡ്ജസ് നമ്മുടെ നാട്ടിലൊക്കെ കുറവാണെങ്കിലും പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കേബിളിൽ എന്ത് ചെയ്യും, ഇതുവഴി ഇപ്പോൾ ഒരു 5 ടണ്ണില്ല വെഹിക്കിൾ പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെയിനും ഒരു 5 ടണ്ണിന് പകരം 10 ടണ്ണുള്ള ഒരു വെഹിക്കിൾ പോകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിനും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം ഈ കേബിളിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഒരു 15 ടൺ ആണെങ്കിൽ അപ്പോൾ ആ ഒരു സ്ട്രെയിൻ നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ എത്ര ടണ്ണായി പോകുന്നത്, എത്ര സ്ട്രെയിൻ ഈ കേബിൾസിൽ വരുന്നുണ്ടെന്ന് മെഷർ ചെയ്യണം. അപ്പോൾ ഈ കേബിൾസിൽ നമ്മൾ എന്ത് ചെയ്യും, കേബിൾസിൽ നമ്മൾ ഓരോ സ്ട്രെയിൻ ഗേജ് കണക്ട് ചെയ്യും. അപ്പോൾ ആ സ്ട്രെയിൻ ഗേജിൻ്റെ ഈ ഇതുവഴി പോകുന്ന വാഹനത്തിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഇതിലുണ്ടാകുന്ന സ്ട്രെയിൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് റെയിൽ മോണിറ്ററിങ് സിമ്പിളാണ്. ഇപ്പോൾ നമ്മളെ ചെറിയ റെയിൽവേ സ്റ്റേഷനല്ല, അറ്റ് എ ടൈം 100 കണക്കിന് ട്രെയിൻസ് എൻട്രി ചെയ്യും ലീവ് ചെയ്യും. വിത്തിൻ 1 മിനിറ്റ്സ് 1 സെക്കൻഡ് 5 സെക്കൻഡ് ഗ്യാപ്പിലൊക്കെ ഒരു ട്രെയിൻ പോയി അടുത്ത ട്രെയിൻ വരുന്നത്. അങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ട് സ്ഥലങ്ങളിൽ ട്രെയിൻ സിഗ്നലിങ്ങിന് വേണ്ടിയിട്ട് ഓരോ ട്രെയിൻ എവിടെ എത്തി അല്ലെങ്കിൽ ഓരോ ട്രെയിൻ ഇന്ന പൊസിഷനിലെത്തുമ്പം അവിടെ കൊടുക്കേണ്ട സിഗ്നൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ റെയിൽ പാളത്തിൽ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ സ്ട്രെയിൻ ഗേജസ് വെക്കും. അപ്പോൾ ഈ ട്രെയിൻ ഇതുവഴി പോകുമ്പം ട്രെയിനിൻ്റെ വെയിറ്റ് കൊണ്ട് സ്ട്രെയിൻ ഗേജസിൽ ഒരു റീഡിങ്സ് വരും. ആ റീഡിങ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൺട്രോൾ യൂണിറ്റ്സിലേക്ക് കൊടുക്കും അല്ലേ. അപ്പോൾ ട്രെയിൻ അവിടെ എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരെ കുറച്ച് ഒരാളാണ് ഇതിൻ്റെ മുകളിൽ കയറി ചവിട്ടുന്നതെങ്കിൽ എന്തുണ്ടാവില്ല, നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാവില്ല. അപ്പോൾ ട്രെയിനിൻ്റെ വെയിറ്റിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും സ്ട്രെയിൻ ഗേജിലെ വാല്യൂസ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവുക. അപ്പം ട്രെയിൻ മോണിറ്ററിങ് സിസ്റ്റത്തിൽ നമ്മളിത് യൂസ് ചെയ്യും. ഇപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ റോഡുകളിലൊക്കെ റെയിൽവേ ക്രോസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പം ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ. അപ്പം ട്രെയിൻ ഒരു 3 കിലോമീറ്റേഴ്സിൻ്റെ അപ്പുറം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം, റെഡ് സിഗ്നൽ വന്നിട്ട് നമ്മുടെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 3 കിലോമീറ്റേഴ്സ് അപ്പുറം ഇതുപോലെ 2 സ്ട്രെയിൻ ഗേജസ് വെക്കും. സ്ട്രെയിൻ ഗേജസിൽ ട്രെയിൻ കയറുമ്പോൾ അതിലൊരു റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് ചേഞ്ച് നമ്മൾ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്യേണ്ട നടപടി സ്വീകരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ട്രെയിൻ മോണിറ്ററിങ് സിസ്റ്റം. ഇതാണ് നിങ്ങൾ സ്ട്രെയിൻ ഗേജ് പഠിച്ചാൽ മാത്രം പോരാ, ഇതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അതായത് ഇങ്ങനെയാണിത് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഇത് സാധാരണ വാർപ്പിൻ്റെ കമ്പി കെട്ടിയതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കാണുന്നത് സ്ട്രെയിൻ ഗേജ് അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ വേറെ ഷേപ്പ്. അപ്പോൾ ഇവിടെയും നമ്മൾ സാധാരണ കമ്പി കണക്ട് ചെയ്യും. അപ്പോൾ അവിടെ വരുന്ന സ്ട്രെയിൻ നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് ഇവിടുന്ന് കിട്ടും. അതുപോലെ ഇതിപ്പം ഡയറക്റ്റ് ഒരു കമ്പിക്ക് കാണിച്ചിരിക്കുന്നതാണ് അല്ലേ. ഇത് നമ്മുടെ വാർപ്പിൻ്റെ കമ്പി അതിന് സ്ട്രെയിൻ ഗേജ് കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൽ വരുന്നുണ്ടാകുന്ന ലെങ്തിലെ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഈ സ്ട്രെയിൻ ഗേജ് മെഷർ ചെയ്യും, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ഷേപ്പിലും സ്ട്രിപ്പായിട്ടും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്ട്രെയിൻ ഗേജ് എന്നുള്ള
സ്ട്രെയിൻ ഗേജിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ KTU നോട്ട്സിൽ കുറച്ച് ഇതിൻ്റെ എന്തോ ഗേജ് ഫാക്ടറിൻ്റെ ഒക്കെ കുറച്ച് ഡെറിവേഷൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുന്നത്തെ ക്വസ്റ്റ്യൻസിലൊന്നും ചോദിച്ചിട്ടില്ല. അത് ഇൻ കേസ് അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനത് മുന്നേയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, നമുക്കത് വേണമെങ്കിൽ നമുക്കതും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.